ഈ സമൂഹത്തിലുണ്ടാകുന്ന ഒരു 80% കേസുകളും കോടതിയിൽ പോകുന്നില്ല. സത്യവത 2-3 കാര്യം അവർക്ക് പേടിയാണ്. കാരണം കഷ്ടിച്ച് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇനി വക്കീലിന് കൊടുക്കാൻ വേറെ കാശുണ്ടാക്കണം, കോടതി ചെലവിന് വേറെ കാശുണ്ടാക്കണം. പിന്നെ ഈ കേസിലെ ശത്രുവിനെ അവനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് നേരിടാനുള്ള ആ പണം കണ്ടെത്തണം. ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് ഒരു കേസിൽ തയ്യാറാകുകയും മുന്നോട്ട് വരിക എന്നുള്ള ഒരു ടാസ്ക് നമ്മൾ നേരിടേണ്ടി വരിക. അപ്പോൾ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് ഇത് തീരുമാനം എടുക്കാൻ വൈകുന്നു, അതുപോലെ തന്നെ കേസ് കൊടുത്താൽ എന്ന വിധി ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, താമസിച്ച് കിട്ടുന്ന നീതി നിഷേധത്തിന് തുല്യമാണ്. അത് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. താമസിച്ച് കിട്ടുന്ന നീതിക്ക് കാര്യമില്ല. അപ്പോൾ നീതി നിഷേധത്തിൻ്റെ ഒരു സംവിധാനം നിലനിൽക്കുകയാണ്. അപ്പോൾ ആ സംവിധാനം വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഗ്രാമങ്ങൾ തോറും നടത്തിയിരുന്ന നീതിമേളകൾ നമ്മുടെ ഗവൺമെൻറ് അത് ഇല്ലാതാക്കി, കോടതി അത് ശരിവെച്ചു. ഇപ്പോൾ ഒരു 1/4 നൂറ്റാണ്ടാകെ 25 കൊല്ലം കഴിയുകയാണ്. ആ വ്യവസ്ഥ തിരിച്ചു വരണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും വെറുതെ കിടക്കുകയാണ്. അതിനുവേണ്ടിയുള്ള വളരെ ആത്മാർത്ഥമായി നന്നായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്ന അത് നമ്മുടെ സംസ്ഥാനത്ത് നവോത്ഥാന പ്രസ്ഥാനത്തിലേറ്റ ഒരു വലിയൊരു തിരിച്ചടിയാണ്.